ഇനി ഞാനൊരു സൂത്രം കാണിച്ചുതരാം. എന്ത് സൂത്രം? അതൊക്കെ ഉണ്ട്, വാ. എന്തൊക്കെയാ മക്കളെ കഴിച്ചേ? ചേട്ടാ 4 പൊറോട്ട 3 ദോശ 3 പരിപ്പട. 3 അല്ല 4. ചേട്ടാ 4 പൊറോട്ട 2 ദോശ 3 പരിപ്പട 2 ബീഫ് റോസ്റ്റ്, പിന്നെ ഒരു ചിക്കൻ പാർട്സ്. ബീഫ് റോസ്റ്റ് 2 കേട്ടോ, 1 ബീഫ് റോസ്റ്റ് 1 ചിക്കൻ പാർട്സ്. അവിടെ 2 സുഖീനോട് കൊടുത്തില്ലേ? സുഖീനല്ല ചേട്ടാ, ബോണ്ട, മസാല ബോണ്ട. നിങ്ങൾ നിർത്ത്, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 2 പൊറോട്ട 2 ദോശ 1 ലിവർ ഫ്രൈ 2 പരിപ്പട 2 ബോണ്ട. ഓക്കെ, 2 പൊടിക്കട്ട 3 ചായം കൂടെ കൂട്ടാണ്ടേ? ഇത് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. നാരായണേട്ടാ കൂട്ടിക്കോളി. 4 പൊറോട്ട 4 ദോശ 2 ബീഫ് റോസ്റ്റ് 2 ചിക്കൻ പാർട്സ് 1 ലിവർ ഫ്രൈ 4 പരിപ്പുവട 3 സുഖിയൻ 2 പൊടിക്കട്ടൻ 3 ചായ, പിന്നെ ഇതാ ആ കൈയിട്ടെടുത്ത ആ കേക്കും. എല്ലാം കൂടി 568 രൂപയായിട്ടുണ്ട്. 568. നീയേ ശരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണ്ടവനാ. അമ്മ അതിരി കൂട്ടലല്ലേ കൂട്ടിയേ. അതെ, ബാലു ഇരിക്കേണ്ടത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിൽ തന്നെയാണ്. ബാലുവിനെ പോലെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഉയരം എത്തിപ്പിടിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. കൃത്യസമയത്ത് അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് വഴികാട്ടിയ അവരുടെ ലോകം ഇന്ന് മറ്റൊന്നായത്. ഇനി മുതൽ കൊടുവള്ളിയിൽ ബാലുവിനെ പോലെയുള്ളവരുണ്ടാവില്ലെന്ന് ഉന്നതിയിലൂടെ നമുക്ക് ഉറപ്പാക്കാം. ഉന്നതി എന്ന പുതിയ ചിന്തയിലേക്ക് എല്ലാവർക്കും അണിചേരാം.